ഹേ ബ്യൂട്ടിഫുൾ മലയാളീസ്, ഞാൻ ഇന്ന് ലൂണേനെയും കൊണ്ട് തൊട്ടടുത്തുള്ള വയലിലേക്ക് നടക്കാൻ ഇറങ്ങിയതാണ് ഗൈസ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതും കൊണ്ടും ഞാൻ എന്തുകൊണ്ട് ലൂണേനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിക്കൂടാ എന്ന് ഞാൻ ഓർത്തപ്പോൾ ചുമ്മാ ഒന്ന് വയൽ വരെ ഇറങ്ങിയതാണ് കേട്ടോ ഗൈസ്. പക്ഷേ അടിപൊളി ഒരു വ്യൂ ഞാൻ കണ്ടു ഗൈസ്. സൺസെറ്റാണ്, പക്ഷേ അതിലെന്തോ ഒരു ഭയങ്കര ഞാൻ ഭംഗിയുള്ള പറയുമ്പോൾ പോലെ വന്നാൽ മതി, എനിക്ക് ഇവിടെ തോന്നി. നിന്നോ. പറയുമ്പോൾ വന്നാൽ മതി, നമുക്കൊരു ചെറിയ വീഡിയോ എടുക്കാം. ഓക്കെ, ഞാൻ പറയുമ്പോൾ വന്നാൽ മതിയേ. ഇവിടെ നിന്നോ. അതാ വരും. ഇനി വാ. ഇത് സംഭവം ഞാൻ ലൂണേനെ കൊണ്ട് ഒരു സ്ലോമോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ഗൈസ്. പക്ഷേ അങ്ങനെ കിട്ടിയില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ലൂണ എന്നെയും വിട്ട് ഓടി ഗൈസ്, ഓടി. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ടാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ നടന്ന് വയലൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മിറാക്കിൾ ഇതാണ് ഗൈസ്. ആ സണ്ണിനെ നിങ്ങളൊന്ന് നോക്ക്, എന്തൊരു ഭംഗിയാ. അതിൻ്റെ ആ രശ്മികൾ ആ ഒരു സ്ഥലത്തേക്ക് മാത്രം ഇങ്ങനെ പോയി. എന്നിട്ട് ഞാൻ തൊടിയിലെ പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് വെറുതെ, വേറെ ഒരു പണിയില്ല, വെറുതെ അവിടെ ഇങ്ങനെ ആ പൂ അങ്ങനെ നിന്നപ്പോൾ എൻ്റെ കൈ ധരിച്ചു പറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറിച്ചു. എന്നിട്ട് ഞാൻ അവിടെ തന്നെ കളയുകയും ചെയ്തു ഗൈസ്. ഇതാണ് ആ സ്ലോമോ. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സണ്ണിൻ്റെ ഇത് അപ്പോൾ കണ്ടു നോക്കൂ ഗൈസ്, എങ്ങനെയുണ്ട്. എന്നിട്ട് കമൻറ്റിലോ നിങ്ങൾക്കും എന്താ തോന്നിയെന്ന്. പക്ഷെ അതിന്റെ ആ എനിക്കെന്തോ ഭയങ്കര രശ്മികളാണ് മിറാക്കിൾ പോലെ എന്തൊരു തോന്നി. അപ്പോൾ നിങ്ങൾക്ക് രസമായിരുന്നു. എന്താ ആ ഒരു തോന്നിയെന്ന് സ്ഥലത്തേക്ക് കമൻറ്റ് ചെയ്യുക ഗൈസ്, മാത്രം കമൻറ്റ് അതിന്റെ ചെയ്യുക. രശ്മികൾ ഇങ്ങനെ നിൽക്കായിരുന്നു ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. വാട്ട് എ അടിപൊളി സൺസെറ്റ് അല്ലേ ഗൈസ്? അതെ, എനിക്കും അങ്ങനെ തോന്നി ഗൈസ്. എനിക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അറിയില്ല. അപ്പോൾ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്.